നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി കെപിസിസി സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയും പ്രസാധകയുമായ എം.എ. ഷഹനാസ്. രാഹുൽ മോശം മെസ്സേജ് അയച്ച് അധിക്ഷേപിച്ചെന്നും ഇക്കാര്യം അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ഷാഫി പറമ്പലിനോട് നേരിട്ട് അറിയിച്ചിട്ട് നടപടിയെടുത്തില്ലെന്നും ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് ഷാഫി പറമ്പലിന്റെ നിർബന്ധം കാരണമാണെന്നും ഷഹനാസ് വെളിപ്പെടുത്തി. ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായ സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞു. ഷഹനാസിന്റെ വാക്കുകൾ ഇങ്ങനെ: കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് രാഹുൽ മെസ്സേജ് അയച്ചിരുന്നു. വലിയ ആഗ്രഹമുണ്ടായിട്ട് പോയതാണെന്നും യൂത്ത് കോൺഗ്രസിലെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാനാണെങ്കിൽ വീണ്ടും പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും നമ്മൾ രണ്ടാളും പോകുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. അതിനുള്ള ഉത്തരം അന്ന് ഞാൻ കൊടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച് കൃത്യമായ തെളിവുകളോടെ ഷാഫി പറമ്പലിന് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് ഷഹനാസ് പറയുന്നു. രാഹുലിന്റെ ഗാർഡിയനാണ് ഷാഫി. യൂത്ത് കോൺഗ്രസിൽ വനിതാ പ്രവർത്തകർക്ക് രാഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ടതായി തനിക്ക് അറിയാമെന്നും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ വനിതകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും ഷഹനാസ് ആരോപിക്കുന്നു. രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്ന് താൻ ഷാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നത് JS അഖിലിനെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം തള്ളിയാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ പ്രസിഡന്റാക്കിയതെന്നും അവർ വെളിപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ മെമ്പർഷിപ്പ് ചേർത്താണ് രാഹുൽ അധ്യക്ഷനായതെന്ന ആരോപണം സംഘടനയിൽ നിന്ന് തന്നെ ഉയർന്നതാണെന്നും ഷഹനാസ് പറഞ്ഞു. MK മുനീർ MLA-യുമായി തന്നെ ചേർത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെ ശബ്ദരേഖയടക്കം ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടും തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പിന്നീടുണ്ടായതെന്ന് ഷഹനാസ് കൂട്ടിച്ചേർത്തു. പരാതിയുടെ പകർപ്പ് കോൺഗ്രസ് നേതാക്കൾക്കും നൽകി. എന്നാൽ തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം പിന്നീടുണ്ടാവുകയായിരുന്നു. കോൺഗ്രസിനെ കളങ്കപ്പെടുത്തുന്നത് രാഹുലിനെ പോലുള്ളവരാണ്. സ്ത്രീ എന്ന രീതിയിൽ അന്ന് തന്റെ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഷഹനാസ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വൈകുന്നതിനെതിരെ VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് യുവതി നൽകിയ പരാതിയിൽ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പുതിയ കേസെടുത്തിരിക്കുന്നത്. DYSP സജീവനാണ് അന്വേഷണ ചുമതല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ്. ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലാണ് ഇന്നലെ യുവതിയുടെ പരാതി എത്തിയത്. കേസിൽ പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിജീവിതരുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഈ കേസും അന്വേഷിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ബംഗളൂരുവിൽ പഠിക്കുന്ന 23-കാരിയാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷന് പരാതി ഇമെയിൽ മുഖാന്തരം നൽകിയത്. യുവതിയെ കേരളത്തിലെത്തിച്ച് ആളൊഴിഞ്ഞ് റിസോർട്ടിലെത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നുമാണ് പരാതി. കേസുമായി ബന്ധപ്പെട്ട് ഫെനി നൈനാനെതിരെയും പരാതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. ഫെനി നൈനാനാണ് കാറിൽ തന്നെ റിസോർട്ടിൽ എത്തിച്ചതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. കേസിൽ ഫെനി നൈനാനും പ്രതിയാകും. നിലവിൽ ഫെനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്.